ഒരു പാവം മീൻപിടുത്തക്കാരന്റെ കഥ. 1800 വർഷങ്ങൾ, ഒന്നോ രണ്ടോ അല്ല, അത്രയും കാലം ഒരു ഭൂതം കടലിന്റെ അടിയിൽ ഒരു ചെമ്പുഭരണിയിൽ അടയ്ക്കപ്പെട്ട് കിടന്നു. ഒന്നോർത്തു നോക്കൂ, അത്രയും നീണ്ട ഏകാന്തവാസം. കാലം അതിന്റെ മനസ്സിൽ നിറച്ചത് മുഴുവൻ ദേഷ്യവും നിരാശയുമായിരുന്നു. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളൊരു പാവം മീൻപിടുത്തക്കാരനാണ്. ഒരു ദിവസം കടലിൽ നിന്ന് ഒരു പഴയ വിളക്ക് കിട്ടുന്നു. തുറന്നു നോക്കിയപ്പോഴോ അതിൽ നിന്ന് ഭയങ്കര ദേഷ്യത്തിലൊരു ഭൂതം പുറത്തുവരുന്നു. അതിനൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, നിങ്ങളെ കൊല്ലണം. എന്തു ചെയ്യും? ഈ ഒരു ജീവൻ മരണ സാഹചര്യത്തിൽ നിന്നാണ് നമ്മളെ കഥയുടെ തുടക്കം. അതെ, കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാമല്ലേ? തന്നെ രക്ഷിച്ച ആൾക്ക് നന്ദി പറയുന്നതിന് പകരം ആ ഭൂതം അയാളെ കൊല്ലുമെന്ന് വാശിപിടിച്ചു. കാരണം ആദ്യത്തെ കുറേ നൂറ്റാണ്ടുകൾ തന്നെ രക്ഷിക്കുന്നയാൾക്ക് എല്ലാവിധ സമ്മാനങ്ങളും തരാമെന്ന് വിചാരിച്ച ഭൂതം കാലം ഒരുപാട് കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനമെടുത്തു. ഇനി ആരാണോ എന്നെ രക്ഷിക്കുന്നത് അവനെ ഞാൻ കൊല്ലും. അപ്പോ സംഭവം സിമ്പിളാണ്. ഒരു വശത്ത് ഭൂതത്തിന്റെ കലിപ്പ്, മറുവശത്ത് ആ പാവം മീൻപിടുത്തക്കാരന്റെ ജീവന് വേണ്ടിയുള്ള ചോദ്യം. ഷെഹ്റസാദിനെ പോലെ തന്നെ ആ മീൻപിടുത്തക്കാരനും ഒരു കാര്യം മനസ്സിലായി. തന്റെ ജീവൻ രക്ഷിക്കാൻ ഇനി കയ്യിലൊരൊറ്റ ആയുധമേയുള്ളൂ, അത് കഥയാണ്. തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ മീൻപിടുത്തക്കാരൻ ഭൂതത്തോട് ഒരു കഥ പറയാൻ തുടങ്ങി. കരുണ കാണിക്കാത്തൊരു രാജാവിനും നീതിമാനായ ഒരു ജ്ഞാനിക്കും എന്ത് സംഭവിച്ചു എന്നതിന്റെ ഒരു മുന്നറിയിപ്പ് കഥ. ഈ കഥയിലെ പ്രധാനികൾ 3 പേരാണ്. 1, ഒരു മാരാരോഗം വന്ന് നിസ്സഹായനായ യൂനാൻ രാജാവ്. 2, അത്ഭുതകരമായ ആ രോഗം മാറ്റാമെന്ന് പറഞ്ഞു വന്ന ദുബാൻ എന്ന ജ്ഞാനി. പിന്നെ ഈ ജ്ഞാനിയുടെ കഴിവിൽ അസൂയ തോന്നിയ രാജാവിന്റെ ഉപദേഷ്ടാവായ വസീർ. മീൻപിടുത്തക്കാരന്റെ കയ്യിലെ ആയുധം എന്താണെന്നറിയോ? ഒരു കഥ. അയാൾ ആ ഭൂതത്തിനോട് പറഞ്ഞു, എന്റെയും നിന്റെയും അവസ്ഥ യൂനാൻ രാജാവിന്റെയും ജ്ഞാനിയായ റുയാന്റെയും കഥ പോലെയാണ്. ചെയ്ത ഉപകാരത്തിനു പകരം ദ്രോഹം ചിന്തിക്കുന്നത് എത്ര വലിയ മണ്ടത്തരമാണെന്ന് ആ ഭൂതത്തെ മനസ്സിലാക്കാനായിരുന്നു അയാളുടെ ശ്രമം. അങ്ങനെ മീൻപിടുത്തക്കാരൻ ആ കഥ പറഞ്ഞു തുടങ്ങി. കഥ തുടങ്ങുന്നത് യൂനാൻ രാജാവിൽ നിന്നാണ്. പേർഷ്യയിലെ വളരെ ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. പക്ഷേ നാട്ടിലെ ഒരു വൈദ്യന്മാർക്കും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ഒരു തരം കുഷ്ഠരോഗം വന്ന് അദ്ദേഹം വളരാതെ കഷ്ടപ്പെടുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ നഗരത്തിലേക്ക് ജ്ഞാനിയായ റുയാൻ വരുന്നത്. ഒരുപാട് അറിവുള്ള, പ്രായം ചെന്ന ഒരു വൈദ്യനായിരുന്നു അദ്ദേഹം. രാജാവിന്റെ അസുഖത്തെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹം വളരെ ധൈര്യത്തോടെ ഒരു വാഗ്ദാനം നൽകി. അദ്ദേഹം പറഞ്ഞു, രാജാവേ, ഞാൻ അങ്ങേ സുഖപ്പെടുത്താം, അതും ഒരു തുള്ളി മരുന്ന് പോലും കുടിപ്പിക്കാതെ, ഒരു തൈലം പോലും പുരട്ടാതെ. ഇത് കേട്ടപ്പോൾ രാജാവിന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. എന്നാലും അതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രതീക്ഷ. ഈ അത്ഭുതം നടക്കുകയാണെങ്കിൽ തന്റെ സമ്പത്തിന്റെ പാതിയും ആജീവനാന്ത സൗഹൃദവും അദ്ദേഹം ആ ജ്ഞാനിക്ക് വാഗ്ദാനം ചെയ്തു. അങ്ങനെ ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത വളരെ വിചിത്രമായൊരു ചികിത്സാരീതിക്ക് ആ കൊട്ടാരം സാക്ഷിയാകാൻ പോവുകയായിരുന്നു. റുയാന്റെ ചികിത്സാരീതി ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അദ്ദേഹം ആദ്യം ഉള്ളുപൊള്ളയായ ഒരു പോളോ കളിക്കുന്ന വടിയുണ്ടാക്കി. അതിന്റെ പിടിക്കുള്ളിൽ ചില പ്രത്യേക ഔഷധ സസ്യങ്ങൾ നിറച്ചു. എന്നിട്ട് രാജാവിനോട് നന്നായി വിയർക്കുന്നതുവരെ പോളോ കളിക്കാൻ പറഞ്ഞു. കളിച്ച് കൈ വിയർക്കുമ്പോൾ ആ കൈപ്പത്തിയിലൂടെ വടിയിലുള്ള മരുന്ന് ശരീരത്തിലേക്ക് കയറി രോഗം ഭേദമാകും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാൻ. അപ്പോൾ ജ്ഞാനി തന്റെ വാക്ക് പാലിച്ചു. രാജാവിന് സന്തോഷം അടത്താനായില്ല. അദ്ദേഹം ജ്ഞാനിയെ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താക്കി കൂടെ നിർത്തി. ഉതായിരുന്നു ആ അസൂയക്കാരനായ വസീർ രാജാവിന്റെ ചെവിയിലോതിയ വിഷം. ജ്ഞാനിയുടെ കഴിവിനെ ഒരു ഭീഷണിയായിട്ട് വളച്ചൊടിച്ച് അയാൾ രാജാവിന്റെ മനസ്സിൽ ഒരു സംശയത്തിന്റെ വിത്തിട്ടു. പതിയെ പതിയെ ആ വിത്ത് വളർന്ന് വലിയൊരു മരമായി. അപ്പോ മീൻപിടുത്തക്കാരന്റെ കഥ അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. സംശയമെന്ന രോഗം ഒരു രാജാവിനെ കൊണ്ട് എങ്ങനെ ഒരു വലിയ തെറ്റു ചെയ്യിപ്പിച്ചു എന്ന് നമുക്ക് നോക്കാം. തന്നെ കൊല്ലാൻ തീരുമാനിച്ച രാജാവിനോട് ആ ജ്ഞാനി അവസാനം പറഞ്ഞ വാക്കുകളാണിത്. അതൊരു അപേക്ഷ മാത്രമായിരുന്നില്ല, അതൊരു പ്രവചനം കൂടിയായിരുന്നു. ഇതായിരുന്നു ആ ജ്ഞാനിയുടെ മാസ്റ്റർ പ്ലാൻ, ഒരു പ്രതികാരം. സംശയരോഗിയായ രാജാവിന് രഹസ്യങ്ങളോട് ഭയങ്കര താൽപ്പര്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മരണത്തിനപ്പുറത്തു നിന്നും അദ്ദേഹം ഒരുക്കിയൊരു കെണിയായിരുന്നു അത്. രാജാവ് ആകാംക്ഷയോടെ ആ പുസ്തകം തുറന്നു. പക്ഷെ താളുകളൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അത് വേർപെടുത്താൻ വേണ്ടി അദ്ദേഹം വിരലിൽ തുപ്പൽ തൊട്ട് നനച്ചു. വീണ്ടും വീണ്ടും. അവസാനം താളുകൾ തുറന്നപ്പോൾ അതിലൊന്നുമില്ല, ശൂന്യം. അപ്പോഴാണ് രാജാവിന് ആ സത്യം മനസ്സിലായത്. ആ താളുകളിൽ പുരട്ടിയിരുന്നത് മഷിയല്ല, മാരകമായ വിഷമായിരുന്നു. രാജാവ് വിരച്ചു താഴെ വീണു.
അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ ആ ജ്ഞാനിയുടെ പ്രവചനം സത്യമായതിന് തെളിവായിരുന്നു. കരുണ കാണിക്കാത്ത രാജാവിന് അതേ നാണയത്തെ തന്നെ തിരിച്ചടി കിട്ടി. ശരി, നമുക്ക് തിരിച്ചു മീൻപിടുത്തക്കാരന്റെയും ഭൂതത്തിന്റെയും അടുത്തേക്ക് വരാം. ഈ കഥ കേട്ടുകഴിഞ്ഞപ്പോ ഭൂതം ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. ആ കഥ ഭൂതത്തിന്റെ മനസ്സ് മാറ്റിയിരുന്നു. ആ ജ്ഞാനിയുടെ കഥയിലെ പാഠം ഭൂതത്തിന് മനസ്സിലായി. അതുകൊണ്ടയാൾ മീൻപിടുത്തക്കാരനെ കൊന്നില്ല, പകരം ഒരു സമ്മാനം കൊടുത്തു. 4 തരം നിറങ്ങളിലുള്ള അത്ഭുത മത്സ്യങ്ങളുള്ള ഒരു രഹസ്യ തടാകത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. ആ മത്സ്യങ്ങൾ അവനെ വലിയ പണക്കാരനാക്കുമെന്നും വാക്കുകൊടുത്തു. ആ മീൻപിടുത്തക്കാരൻ തടാകത്തിൽ കണ്ട കാഴ്ച ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു. ചുവപ്പും നീലയും മഞ്ഞയും വെളുപ്പും നിറങ്ങളിലുള്ള മീനുകൾ. അവ വെറും മീനുകളായിരുന്നില്ല, അവയ്ക്കുള്ളിൽ ഒരു വലിയ രഹസ്യമുണ്ടായിരുന്നു. മീൻപിടുത്തക്കാരൻ ഓരോ നിറത്തിലുള്ള ഓരോ മീനിനെ വീതം പിടിച്ച് അന്നാട്ടിലെ സുൽത്താന് സമ്മാനമായി കൊടുത്തു. എന്നാൽ പാചകക്കാരി ആ മീനുകളെ ചട്ടിയിലിട്ട് വറുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. പെട്ടെന്ന് ആ അടുക്കളയുടെ ചുമര് 2ആയി പിളർന്നു. അതിൽ നിന്ന് ഒരു സുന്ദരിയായ സ്ത്രീ ഇറങ്ങിവന്ന് ചട്ടിയിലുള്ള മീനുകളോട് എന്തോ ചോദിച്ചു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ മീനുകൾ തലയുയർത്തി അവൾക്ക് മറുപടി കൊടുത്തു. ഇതായിരുന്നു അവർ തമ്മിലുള്ള സംഭാഷണം. നിങ്ങൾ പഴയ ഉടമ്പടി പാലിക്കുന്നുണ്ടോ എന്ന് ആ സ്ത്രീയുടെ ചോദ്യത്തിന് അതെ, നിങ്ങൾ മടങ്ങിവന്നാൽ ഞങ്ങളും മടങ്ങിവരും എന്ന് മീനുകൾ മറുപടി നൽകി. അതുകഴിഞ്ഞ് ആ സ്ത്രീ ചട്ടി മറിച്ചിട്ടു. മീനുകളെല്ലാം കരിഞ്ഞുപോയി. ഇത് ഒരു തവണ മാത്രമല്ല സംഭവിച്ചത്. സുൽത്താൻ നേരിട്ട് വന്ന് വീണ്ടും മീൻ വറുക്കാൻ ശ്രമിച്ചപ്പോൾ ആ സ്ത്രീക്ക് പകരം ഒരു ഭീമാകാരനായ കറുത്ത മനുഷ്യനാണ് വന്നത്. പക്ഷെ ചോദ്യവും ഉത്തരവുമെല്ലാം പഴയതുപോലെ തന്നെയായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഷെഹ്റസാദ് തുടങ്ങിയത് ഒരു മീൻപിടുത്തക്കാരന്റെ കഥയിൽ നിന്നാണ്. ആ മീൻപിടുത്തക്കാരൻ തന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു രാജാവിന്റെ കഥ പറഞ്ഞു. ആ കഥയുടെ ഫലമായി കിട്ടിയ മാന്ത്രിക മത്സ്യങ്ങൾ ഇപ്പം മറ്റൊരു സുൽത്താന്റെ മുന്നിൽ പുതിയൊരു രഹസ്യം തുറന്നിട്ടിരിക്കുകയാണ്. ഷെഹ്രയാർ രാജാവിന് ആകാംക്ഷ അടക്കാനായില്ല. അദ്ദേഹം ചോദിച്ചു, എന്താണ് ആ മത്സ്യങ്ങളുടെ രഹസ്യം? ഷെഹ്റസാദ് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും നേരം വെളുത്തിരുന്നു. ആ രഹസ്യം അറിയണമെങ്കിൽ അടുത്ത രാത്രി വരെ കാത്തിരിക്കണം. അങ്ങനെ ഒരു കഥ മറ്റൊരു കഥയ്ക്ക് വഴി തുറന്നു. ഷെഹ്റസാദിന് ഒരു ദിവസം കൂടി ജീവിക്കാൻ കിട്ടി. അപ്പോൾ ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവൻ ഒരു കഥയെ ആശ്രയിച്ചാണിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് കഥ പറയും?